ഭാരത സംസ്കാരം നിറഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർശനം. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാരത സന്ദർശനത്തിൽ ആകമാനം നിറഞ്ഞു നിൽക്കുന്നത് ഭാരതത്തിനോടുള്ള അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും ആദരവും ഇഷ്ടവും ഒക്കെയാണ്. സന്ദർശനം ആരംഭിച്ചത് തന്നെ അക്ഷർധാം ക്ഷേത്ര ദർശനത്തോടെയാണ്. അക്ഷർധാം ക്ഷേത്രം വളരെയധികം ഇഷ്ടപ്പെട്ടതായിട്ടാണ് വാൻസ് സന്ദർശക പുസ്തകത്തിൽ എഴുതിയത്. തന്നെയും കുടുംബത്തെയും മനോഹരമായ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തതിനും ആതിഥ്യ മര്യാദയ്ക്കും എല്ലാവർക്കും വളരെ നന്ദി അദ്ദേഹം കുറിച്ചു. കൃത്യതയോടെയും കരുതലോടെയും മനോഹരമായ ക്ഷേത്രം നിർമ്മിച്ചത് ഭാരതത്തിന് ഒരു വലിയ അംഗീകാരമാണ്. പ്രത്യേകിച്ച് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇവിടം വളരെ ഇഷ്ടപ്പെട്ടു എന്ന് വാൻസ് കുറിച്ചപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമായത് ക്ഷേത്രമല്ല, നരേന്ദ്രമോദി അപ്പൂപ്പനെയും അദ്ദേഹത്തിന്റെ വസതിയിലെ മയിലുകളും മയിൽപീലികളുമാണ്. ഇന്ത്യയിലെ 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനാണ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മക്കൾക്കൊപ്പം ഇന്ത്യയിൽ തിങ്കളാഴ്ച എത്തുന്നത്. എന്നാൽ കുഞ്ഞുങ്ങൾക്ക് ഇന്ത്യയിലെ അനുഭവങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് മയിൽപീലിയാണ്. പ്രധാനമന്ത്രിയുടെ ദില്ലിയിലെ നമ്പർ 7 ലോക് കല്യാൺ മാർഗിൽ വെച്ചായിരുന്നു ഈ അനുഭവം അവർക്കുണ്ടായത്. മോദിയുടെ വീടിനകത്തേക്ക് പോകും മുൻപ് കുറച്ചുനേരം മോദിയും JD വാൻസും കുടുംബവും വീടിന് പുറത്ത് ചിലവഴിച്ചിരുന്നു. അവിടെ മയിലും മറ്റേതാനും ജീവജാലങ്ങളുമുണ്ട്. ഈ കാഴ്ച കുട്ടികളും ആസ്വദിച്ചു. അതിനുശേഷം അകത്തേക്ക് പോയപ്പോഴാണ് മോദി അവർക്ക് വലിയൊരു സർപ്രൈസ് നൽകിയത്. അവിടെ സൂക്ഷിച്ചിരുന്ന ഒരു മയിൽപീലി കുഞ്ഞുങ്ങൾക്ക് നരേന്ദ്രമോദി നൽകുന്നു. മോദിയുടെ വസതിയിൽ മുറ്റത്ത് മേയുന്ന ധാരാളം മയിലുകളുടെ വീഴുന്ന മയിൽപീലികൾ മോദി വീടിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിൽ നിന്നുള്ള മയിൽപീലികളാണ് 3 കുഞ്ഞുങ്ങൾക്കും നരേന്ദ്രമോദി സമ്മാനിച്ചത്. JD വാൻസിന്റെ ആൺമക്കളായ ഇവാനും വിവേക്കും മയിൽപീലി കണ്ടപ്പോൾ ഏറെ ആകൃഷ്ടരായി. പൊതുവെ നാണം കുണുങ്ങിയ മകൾ മിറാബലും മയിൽപീലി കണ്ടപ്പോൾ പ്രധാനമന്ത്രിയുടെ അരികിലേക്ക് പോയി. ഇതേക്കുറിച്ച് കുട്ടികൾ നിരവധി സംശയങ്ങളും ചോദിച്ചു. അതിനെല്ലാം ക്ഷമയോടെ മോദി അപ്പൂപ്പൻ ഉത്തരവും നൽകി. പിന്നീട് അദ്ദേഹം 3 പേർക്കും കളിക്കാൻ മയിൽപീലിയും സമ്മാനിച്ചു. US വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ ഭാര്യ ഉഷ വാൻസ് ഹിന്ദുവാണ്, ഇന്ത്യക്കാരിയാണ്. ആന്ധ്രയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ അച്ഛനമ്മമാരുടെ മകൾ. പക്ഷെ പൊതുവെ ഒരു ഇടത്തരം ഉയർന്ന കുടുംബാന്തരീക്ഷത്തിലാണ് അവർ വളർന്നത്. ഇപ്പോൾ US-ലെ 2ാം വനിതയെ അറിയപ്പെടുന്ന ഉഷ വാൻസ് യേൽ സർവകലാശാലയിൽ നിന്നും നിയമമാണ് പഠിച്ചത്. പിന്നീട് സുപ്രീം കോടതിയിൽ വരെ അഭിഭാഷകരുടെ ട്രയൽ അസിസ്റ്റന്റായി ജോലി ചെയ്തു. പൊതുവെ ഹിന്ദു സംസ്കാരം ഏറെ ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഉഷ വാൻസ്. രണ്ടുപേരും വിവാഹിതരായപ്പോൾ താമരപ്പൂമാലയാണ് അത്ര അണിഞ്ഞത്. ക്ഷേത്ര സന്ദർശനവും ഉഷ വാൻസിന് ഏറെ ഇഷ്ടമാണ്. ഭാരതത്തെ അങ്ങനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുന്ന ഉഷ വാൻസിന്റെ മക്കൾ മയിൽപീലി ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി കഴിഞ്ഞ ദിവസം രാവിലെയാണ് JD വാൻസ് എത്തിയത്. വിമാനത്താവളത്തിൽ നിന്ന് നേരെ സ്വാമിനാരായണൻ അക്ഷർധാം ക്ഷേത്രത്തിലേക്കാണ് വാൻസും കുടുംബവും എത്തിയത്. ദില്ലിയിലെ അക്ഷർധാം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ US വൈസ് പ്രസിഡന്റ് JD വാൻസും കുടുംബവും പരമ്പരാഗത വസ്ത്രം ധരിച്ചാണ് ക്ഷേത്രത്തിൽ എത്തിയത്. കുർത്തയും പാന്റുമായിരുന്നു ആൺമക്കളുടെ വേഷം. US സർക്കാരിന്റെ പ്രതിനിധി സംഘവും ക്ഷേത്ര ദർശനം നടത്തി. ക്ഷേത്രത്തിലെ വാസ്തുവിദ്യാ ശില്പങ്ങളും കുടുംബത്തോടൊപ്പം വാൻസ് ആസ്വദിച്ചു. US പ്രസിഡന്റിന്റെയും കുടുംബത്തിന്റെയും ക്ഷേത്ര ദർശനത്തോട് അനുബന്ധിച്ച് ക്ഷേത്ര പരിസരത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരുന്നത്. സുരക്ഷയ്ക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു. ഭാര്യ ഉഷ വാൻസ്, മക്കളായ ഇവാൻ, വിവേക്, മാരിബൽ എന്നിവർക്കൊപ്പമാണ് വാൻസ് അക്ഷർധാം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. JD വാൻസിന്റെ ആദ്യ ഔദ്യോഗിക ഭാരത സന്ദർശനമാണ് ഇത്. ജയ്പൂരും ആഗ്രയും അദ്ദേഹവും കുടുംബവും സന്ദർശിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.